Hello, welcome back to another video of X and Y USS. USS പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് X and Y ലേണിംഗിൻ്റെ നമ്മുടെ ഫ്രീ USS കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ സീരീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഷദീദ് സാർ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിലെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് സാർ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പം എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ പുസ്തകവും പേനയൊക്കെ എടുത്ത് ഒരുങ്ങിയിട്ടിരിക്കുക. അപ്പം സാറ് പറയുന്ന ഓരോ പോയിന്റ്സും കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് മക്കളെ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യാനും എന്ത് ചെയ്യരുത്, മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് സൈനിക ഉടമ്പടിയിൽ ചേരുന്നതിനെതിരെയാണ് റഷ്യ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്? റഷ്യ ഹാസ് ഡിക്ലെയർഡ് വാർ ഓൺ യുക്രൈൻ അഗെയിൻസ്റ്റ് ജോയിനിങ് വിച്ച് മിലിറ്ററി അലയൻസ്? ഓപ്ഷൻസ് ഉണ്ട്, നാറ്റോ ഉണ്ട്, വാർസോ പാക്ട് ഉണ്ട്, ഓപ്ഷൻ സി സെൻഡോ ഉണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പം 2023 USSന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണിത്. അന്നത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഏതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ? യെസ്, നാറ്റോ എന്നുള്ള നാറ്റോയിൽ ഒപ്പുവെക്കുന്നതിന് ആ ഒരു ഇതിൽ ജോയിൻ ചെയ്യുന്ന സൈനിക ഉടമ്പടിയിൽ ചേരുന്നതിനെതിരെയായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റഷ്യ ഉക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. നാറ്റോയിൽ ജോയിൻ ചെയ്യുന്നതിനെതിരെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫ്രം ദ ഫോളോയിങ് റൈറ്റ് ദ ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ബിറ്റ്വീൻ ഇന്ത്യ ഈസ് സിറ്റുവേറ്റഡ്. ചുവടെ നൽകിയതിൽ നിന്ന് ഇന്ത്യ ഏതെല്ലാം അക്ഷാംശ രേഖകൾക്കിടയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അപ്പം നമ്മുടെ ജോഗ്രഫിയിൽ നിന്നുള്ള, നമ്മുടെ ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ജോഗ്രഫി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ഫ്രം 8 ഡിഗ്രി 4 ഡിഗ്രി നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ലാറ്റിറ്റ്യൂഡ് ഫ്രം 10 ഡിഗ്രി 4 മിനിറ്റ് ടു നോർത്ത് ടു 39 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഓക്കെ, അപ്പം ഇവിടെ ഓരോ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. സാർ ഓപ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. ഇവിടെ 6 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 35 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ 12 ഡിഗ്രി, ലാസ്റ്റ് ഓപ്ഷൻ 12 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വടക്ക് വരെ എന്നുള്ളതാണ്. അപ്പം ഈ 4 ഓപ്ഷൻസിൽ എവിടെയാണ് ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ്സ് സ്ഥിതി ചെയ്യുന്നത്? അല്ലേ, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ഒക്കെ മക്കൾക്ക് അറിയില്ലേ? അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എപ്പോഴും എക്സാമിന് വരാറുണ്ട്. നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടലി വരക്കുന്ന വരകൾക്കാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയാം, അക്ഷാംശ രേഖകൾ എന്ന് പറയാം. രേഖാംശ രേഖ അഥവാ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രൂപത്തിൽ വരക്കുന്നതാണ്. ഇതിലെ 0 ഡിഗ്രിക്കാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ഗ്രീൻവിച്ച് ലൈൻ. നമ്മളിങ്ങനെ രേഖാംശ രേഖകൾ വരക്കുന്നതിൽ 0 ഡിഗ്രിക്കാണ് നമ്മൾ ഗ്രീൻവിച്ച് ലൈൻ എന്ന് പറയാറുള്ളത്. അക്ഷാംശ രേഖകളിൽ 0 ഡിഗ്രിക്ക് നമ്മൾ ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ എന്നുള്ള പേരാണ് ഉപയോഗിക്കാറുള്ളത്. ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ എന്നുള്ള പേരാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചുള്ളത് ഈ അക്ഷാംശ രേഖകളിൽ, ഈ ലാറ്റിറ്റ്യൂഡ്സിലെ അക്ഷാംശ രേഖകളിൽ എന്താണ് ഇന്ത്യ ഏതൊക്കെ ഇതിന്റെ കീഴിലാണ്, ഏതിൻ്റെയൊക്കെ ഉള്ളിലായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതിനൊക്കെ ഉള്ളിലായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കിയാലോ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയുള്ള അക്ഷാംശ രേഖകൾക്കുള്ളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ അടുത്തൊരു ചോദ്യം നമ്മൾ നോക്കുകയാണ്. അടുത്തൊരു ചോദ്യം: ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതും മുന്നേ ഒരു വർഷത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആർട്ടിക് വൃത്തമാണോ, ഭൂമധ്യ രേഖ ഇക്വേറ്റർ ആണോ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇതിൽ ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ അക്ഷാംശ രേഖ, ലാറ്റിറ്റ്യൂഡ് ഏതാന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ? യെസ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നുള്ളതാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ? നോർത്ത് പോൾ 90 ഡിഗ്രിയിലാണ് നമ്മൾ ദക്ഷിണ ധ്രുവം വരിക അല്ലേ? സൗത്ത് പോളും 90 ഡിഗ്രിയിലാണ് വരിക. 90 ഡിഗ്രിയിലാണ് എന്ത് വരാറുള്ളത്. 90 ഡിഗ്രിയിലാണ് നോർത്ത് പോളും സൗത്ത് പോളും വരിക. 90 ഡിഗ്രിയിലാണ് വരിക കേട്ടോ. 90 ഡിഗ്രി.
നമ്മുടെ ആർട്ടിക് വൃത്തും അന്റാർട്ടിക് വൃത്തും ഏകദേശം 66 ഡിഗ്രിയുടെ ഇതിലാണ് വരിക. 66 ഡിഗ്രി അപ്രോക്സിമേറ്റ്ലി 66.5 എന്നുള്ളതാണ് കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറും കാപ്രിക്കോണും ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും 23 ഡിഗ്രിയിൽ വരും. നമ്മുടെ ഇക്വേറ്റർ വരല് 0 ഡിഗ്രിയിലാണ്, 0 ഡിഗ്രിയിലാണ് ഭൂമധ്യ രേഖ ഇക്വേറ്റർ വരാറുള്ളത്. അപ്പം ഇതിൽ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ചോദിച്ചത്? നമ്മുടെ ഇവിടെ ചോദിച്ച ചോദ്യം ഇന്ത്യയുടെ ചോദിച്ചത് 8 ഡിഗ്രി 4 മിനിറ്റ് ടു 37 ഡിഗ്രി 6 മിനിറ്റ് അല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്ത് 8 ഡിഗ്രി ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഇന്ത്യയുടെ ഇത് വരിക, ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഭാഗത്ത്. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഉത്തരായന രേഖയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് കേട്ടോ. ഇതാ ഇവിടെ ഇന്ത്യ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇന്ത്യയുടെ മാപ്പിൽ ഇതാ ഇന്ത്യ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ വരുന്നത്. അപ്പം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശ രേഖ, പ്രധാനപ്പെട്ടിട്ടുള്ള അക്ഷാംശ രേഖ എന്നുള്ളത്. അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചോദ്യം ഇതാണ്: ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 6 ആണോ 7 ആണോ 8 ആണോ 9 ആണോ? 6, 7, 8, 9 ഇതിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം കേട്ടോ. യെസ്, കറക്റ്റ് ആൻസർ 7 എന്നുള്ളതാണ് കേട്ടോ. 7ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ വരുന്നത്. അതിൽ 1ാം സ്ഥാനം റഷ്യയാണ്, ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. 2ാമത് കാനഡ വരും. റഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാനഡ വരിക. കാനഡ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാ വരിക? കാനഡ കഴിഞ്ഞു കഴിഞ്ഞാൽ യു എസ് എ ആണ് 3ാമത് വരിക. പിന്നെ ചൈന വരും. ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രസീൽ, 5ാമതാണ് ബ്രസീൽ വരുന്നത്. 6ാമത് ഓസ്ട്രേലിയ. അത് കഴിഞ്ഞാലാണ് പിന്നെ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ 7ാമതായിട്ട് വരിക. ഇന്ത്യ 7ാമത് 7th പൊസിഷനിലാണ് ഇന്ത്യ വലുപ്പത്തിന്റെ സ്ഥാനത്ത് വരുന്നത്. അപ്പം ആദ്യത്തെ ഈ 7 പൊസിഷനിലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഏറ്റവും വലുത് റഷ്യയാണ്, ഇന്ത്യയുടെ സ്ഥാനം 7 ആണ് കേട്ടോ. ആ കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹു പ്രൊപ്പൗണ്ടഡ് ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം? സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഇതിൽ ആരാണ്? ടോളമി ആണോ, കോപ്പർനിക്കസ് ആണോ, ഗലീലിയോ ആണോ, ബ്രൂണോ ആണോ? ടോളമി ആണോ, കോപ്പർനിക്കസ് ആണോ, അഥവാ ഗലീലിയോ ആണോ, ബ്രൂണോ ആണോ? ഇതിൽ ആരാണ് നമ്മുടെ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചെന്നുള്ളതാണ് ചോദ്യം. യെസ്, കറക്റ്റ് ആൻസർ കോപ്പർനിക്കസ് എന്നുള്ളതാണ്. കോപ്പർനിക്കസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം അത്രയും കാലം വരേക്കും ഭൂമിയാണ് കേന്ദ്രം, സെൻറ്റർ എന്നുള്ളായിരുന്നു പല ആളുകളും വിചാരിച്ചിരുന്നത്. എന്നാൽ കോപ്പർനിക്കസ് ആണ് വന്നിട്ട് പറഞ്ഞത് ഭൂമിയല്ല, സൂര്യനാണ് കേന്ദ്രം, സൂര്യന് ചുറ്റുമാണെന്ന് ബാക്കി ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ് എന്നുള്ള വ്യക്തിയാണ്. അടുത്തൊരു ചോദ്യം: ടു ഹൂം ദ സ്ലോഗൻ ജയ് ഹിന്ദ് ഈസ് റിലേറ്റഡ് ടു? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജവഹർലാൽ നെഹ്റു ആണോ, ഡോക്ടർ BR അംബേദ്കർ ആണോ, സർദാർ പട്ടേൽ ആണോ, അതോ സുഭാഷ് ചന്ദ്രബോസ് ആണോ? ഈ 4 പേരിൽ ആരുമായിട്ടാണ് ജയ് ഹിന്ദ് എന്നുള്ള സ്ലോഗൻ ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹമാണ് INA ഒക്കെ രൂപീകരിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന വ്യക്തി. അദ്ദേഹമാണ് ഈ ഒരു ജയ് ഹിന്ദ് യഥാർത്ഥത്തിൽ വേറൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് പോപ്പുലറൈസ് ചെയ്ത്, അത് അഡോപ്റ്റ് ചെയ്തിട്ട് അത് സ്വീകരിച്ചിട്ട് പോപ്പുലറൈസ് ചെയ്തതിൽ പ്രധാനപ്പെട്ട വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. വേറൊരു വ്യക്തിയാണ് ഇത് ഫ്രെയിം ചെയ്തത്, ചെമ്പകരാമൻ പിള്ള എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളതാണ് ഓപ്ഷനിൽ. അത് ചെമ്പകരാമൻ പിള്ള ഓപ്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള ആൻസർ എഴുതാവുന്നതാണ് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പം ഈ ഒരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സോഷ്യൽ സയൻസുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പം സാറ് പറഞ്ഞ ഓരോ പോയിന്റ്സും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഫ്രീ USS കോച്ചിങ്, നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണോ, USS എക്സാം എഴുതാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നവരാണോ, നിങ്ങൾക്ക് നമ്മൾ ഫ്രീ USS കോച്ചിങ് എക്സാൻവൈയുടെ കീഴിൽ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജോയിനിങ് ലിങ്ക് കാര്യങ്ങൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.